ഇന്ന് നമുക്ക് അടിപൊളി കല്ലുമ്മക്കായൻ്റെ ഫ്രൈ ഉണ്ടാക്കാം. നമ്മൾ എങ്ങനെയൊക്കെ കല്ലുമ്മക്കായ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഫ്രൈ ചെയ്ത കല്ലുമ്മക്കായൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണല്ലേ. അപ്പം നമുക്കിന്ന് സിമ്പിളായിട്ട് എങ്ങനെ അത് ചെയ്തെടുക്കാമെന്ന് നോക്കാം. കല്ലുമ്മക്കായ ഒന്ന് നന്നായിട്ട് പുഴുങ്ങിയെടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഷെല്ലൊക്കെ ഒഴിവാക്കി അതിൻ്റെ മീറ്റ് മാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ നോർമൽ മസാലക്കൂട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ശകലം ഉപ്പ് കൂടാതെ നോക്കണം. ഇത് ഷെൽ ഫിഷ് ആയതുകൊണ്ട് തന്നെ ഇതിന് ഉപ്പുണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ കുറച്ച് കോൺഫ്ലോർ പൊടിയും കൂടി കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഞാനൊരു 1/2 അവറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് കേട്ടോ ഇത് പൊരിക്കാൻ വെക്കുന്ന. ഫ്രൈ ചെയ്യാൻ വെളിച്ചെണ്ണ എടുത്താൽ മതി, നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് മൂടിയൊക്കെ വെച്ച് വേവിക്കണം. ഇതിന് പൊട്ടിത്തെറി കുറച്ച് കൂടുതലുള്ള സാധനമാണ്, അത് ശ്രദ്ധിക്കണം കേട്ടോ. നന്നായിട്ട് ഫ്രൈ ആയി വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് സൈഡിലേക്ക് ആക്കുക. അപ്പം നടുക്കിങ്ങനെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരും. അവിടെ നമുക്ക് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നോർമൽ വെളുത്തുള്ളി ഒരു 2-3 എണ്ണ എടുത്ത് കുത്തി ചതച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത്രയൊക്കെ മതി കേട്ടോ. നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം മാത്രം കേട്ടോ. ഇട്ടിട്ട് ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ടോട്ടൽ ഒന്നാകെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ വെളുത്തുള്ളീൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് ഫ്ലേവറായിട്ട് ഇങ്ങനെ കിട്ടുന്നുണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ഒരിത്തിരി സോസ്, ഒത്തിരി വെള്ളം കൂടി ആഡ് ചെയ്തതാണ്. എനിക്കിങ്ങനെ കുറച്ചൊരു വെള്ളം പോലെ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. ഭയങ്കര ഡ്രൈ ആയി കിടക്കണ്ടല്ലോ. ഒരു തുള്ളി വെള്ളവും അതുപോലെ തന്നെ ഒരിത്തിരി ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്ത്, പിന്നെ അതിനുശേഷം ഒരു പിടി കറിവേപ്പിൻ്റെ ഇലയാണ് ഞാൻ ഇട്ടത്. അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായ് ഫ്രൈ നന്നായി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി പത്തിരീൻ്റെ കൂടാണ്, വെറുതെ കഴിക്കാനാണ് അടിപൊളിയാണ്. അപ്പോൾ കല്ലുമ്മക്കായ് വാങ്ങുന്ന സമയത്ത് ഒന്ന് ഇങ്ങനെയും കൂടി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ.